എല്ലാവർക്കും അഗ്രിഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് എന്നതാണ്. എല്ലാ എക്സാമിനും എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, V-shaped chlorosis on older leaves is deficiency of. V-shaped chlorosis on older leaves is deficiency of options A. Nitrogen, B. Phosphorus, C. Potassium, D. Sulfur. എന്താണ് V-shaped chlorosis? ഓൾഡർ ലീവ്സിലാണ് ഓർക്കണം. V-shaped chlorosis കാണുന്നത് നൈട്രജനിലാണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, deficiency of which element impart drought resistance problem in plants? Deficiency of which element imparts drought resistance problems in plants? ഏത് റെസിസ്റ്റൻസിൻ്റെ ഏത് ന്യൂട്രിയൻറ്റിൻ്റെ അഭാവം കൊണ്ടാണ് ഡ്രൗട്ട് റെസിസ്റ്റൻസ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് ന്യൂട്രിയൻ്റ് ആണ് ഡ്രൗട്ട് റെസിസ്റ്റൻസ് ഇമ്പാർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് എ നൈട്രജൻ, ബി ഫോസ്ഫറസ്, സി പൊട്ടാഷ്യം, ഡി മഗ്നീഷ്യം. കറക്റ്റ് ആൻസർ ഇസ് പൊട്ടാഷ്യം. പൊട്ടാഷ്യമാണ് ഡിസീസ് ആൻഡ് ഡ്രൗട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കുന്നത് പൊട്ടാഷ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ടേം luxury consumption is associated with? Option A nitrogen, option B phosphorus, option C potassium, option D magnesium. Direct question ആണ്. Luxury consumption is associated with potassium. Fourth question, marsh spotting pea, pehla blight in sugarcane are due to the deficiency of? Option A nitrogen, option B phosphorus, option C potassium, option D manganese. മാർഷ് സ്പോട്ടിംഗ് പീ, പഹല ബ്ലൈറ്റ് ഇൻ ഷുഗർ കെയിൻ ഒക്കെ ഏതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? ആൻസർ ഇസ് മാംഗനീസ്. മാംഗനീസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹാർട്ട് റോട്ട് ഓഫ് ഷുഗർ ബീറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്? ഹാർട്ട് റോട്ട് ഓഫ് ഷുഗർ ബീറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് എലമെൻറ്റ്? ഓപ്ഷൻ എ ബോറോൺ, ഓപ്ഷൻ ബി മോളബ്ഡിനം, ഓപ്ഷൻ സി പൊട്ടാസ്യം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ആൻസർ എന്താണ്? ബോറോൺ. ബോറോൺ ആണ് ഹാർട്ട് റോട്ട് ഓഫ് ഷുഗർ ബീറ്റ്. സിക്സ് ക്വസ്റ്റ്യൻ, പർപ്പിളിഷ് ഡിസ്കളറേഷൻ ഓഫ് ലീവ്സ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്? പർപ്പിളിഷ് ഡിസ്കളറേഷൻ ഓഫ് ലീവ്സ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി പൊട്ടാസ്യം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ആൻസർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ബി ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള പ്ലാന്റ്സിനാണ് പർപ്പിളിഷ് ഡിസ്കളറേഷൻ കാണുന്നത്. Seventh question, margins of leaves develop a scorched effect on the older leaves is due to the deficiency of? എന്താണ് ലീവ്സിൻ്റെ മാർജിൻസിലൊരു സ്കോച്ച്ഡ് എഫക്റ്റ് കാണുന്നത് ഓൾഡർ ലീവ്സിലാണെന്ന് ഓർക്കണം. മാർജിൻസ് ഓഫ് ലീവ്സ് ഡെവലപ്പ് എ സ്കോച്ച്ഡ് എഫക്റ്റ് ഓൺ ദ ഓൾഡർ ലീവ്സ് ഏതാണ്? ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി പൊട്ടാഷ്യം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ആൻസർ ഇസ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിലാണ് നമ്മുടെ ലീവ്സിന്, നമ്മൾ കോക്കനട്ടിൻ്റെ ഒക്കെ ലീവ്സ് എടുത്താൽ കാണാം ഒരു സ്കോച്ച്ഡ് എഫക്റ്റ് കാണാൻ പറ്റും. അങ്ങനെ കുറേ ലീവ്സിൽ പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ പൊട്ടാഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഈ സ്കോച്ച്ഡ് എഫക്റ്റ് കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈബാക്ക് ഇൻ സിട്രസ് ആൻഡ് റിക്ലമേഷൻ ഡിസീസ് ഓഫ് സീരിയൽസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്? ഡൈബാക്ക് ഇൻ സിട്രസ് ആൻഡ് റിക്ലമേഷൻ ഡിസീസ് ബോത്ത് ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? ഓപ്ഷൻസ് എ നൈട്രജൻ, ബി ഫോസ്ഫറസ്, സി പൊട്ടാഷ്യം, ഡി കോപ്പർ. ഈ റിക്ലമേഷൻ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം ഏതാണ്? കോപ്പർ. കോപ്പറിൻ്റെ അഭാവം കൊണ്ടാണ്, കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ടി യെല്ലോ ഡിസീസ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്? ടി യെല്ലോ ഡിസീസ് ഓപ്ഷൻസ് നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, മഗ്നീഷ്യം. ഏതാണ് ടി യെല്ലോ ഡിസീസ്? ഏതാണ്? സൾഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, deficiency of which nutrient affect the oil quality in oil seeds? ഓയിൽ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഓയിൽ ക്വാളിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ഏതാണ്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി സൾഫർ, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ആൻസർ ഇസ് സൾഫർ. സൾഫർ ആണ് ഓയിൽ ക്വാളിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Sandown disease in tobacco is due to the deficiency of?
Sandron disease in tobacco is due to the deficiency of options nitrogen, phosphorus, sulfur, magnesium. ഏതാണ് ആൻസർ? ആൻസർ ഇസ് മഗ്നീഷ്യം അല്ലേ? മഗ്നീഷ്യത്തിൻ്റെ ആണ് അതൊരു ടിപ്പിക്കൽ ഡിസീസാണ് സാൻഡ്രോൺ ഡിസീസ് എന്ന് പറയുന്നത്. ടൊബാക്കോയിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു റെപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണത്. മഗ്നീഷ്യം ആണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖൈറ ഡിസീസ് ഇൻ റൈസ് is due to the deficiency of Khaira disease in rice is due to the deficiency of which nutrient? A boron, B zinc, C sulfur, D magnesium. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ് ഖൈറ ഡിസീസ് റൈസിൽ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഏതാണ് ആൻസർ? എല്ലാവർക്കും അറിയുന്ന ആൻസറാണ് അല്ലേ? സിങ്ക് ആണ്. സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഖൈറ ഡിസീസ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sickle leaf disease occur due to deficiency of which nutrient? Sickle leaf disease. Sickle leaf disease ന്റെ ഏതിൻ്റെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി സൾഫർ, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ഏതാണ്? സിക്കിൾ ലീഫ് ഡിസീസ് ഫോസ്ഫറസ് ഡെഫിഷ്യൻസിയാണ്. 13th question, blotchy ripening in tomato is due to the deficiency of blotchy ripening in tomato. Option A potassium, option B phosphorus, option C sulfur, option D magnesium. Answer is potassium. പൊട്ടാഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബ്ലോച്ചി റൈപ്പനിങ് ഇൻ ടൊമാറ്റോ ഉണ്ടാവുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the tip rot or necrosis or mango is due to the deficiency of which nutrient? Tip rot or necrosis of mango. Options are manganese, boron, sulfur, magnesium. Tip rot or necrosis of mango is due to boron deficiency. Okay. Next question, 15. Crown choking in coconut. Crown choking in coconut is due to the deficiency of nitrogen, boron, sulfur, magnesium. ഏതാണ്? ക്രൗൺ ചോക്കിംഗ്. ക്രൗൺ ചോക്കിങ്ങും ഒരു ബോറോൺ ഡെഫിഷ്യൻസി തന്നെയാണ്. ക്രൗൺ ചോക്കിംഗ് ഇൻ കോക്കനട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ടിപ്പ് റോട്ടും നെക്രോസിസ് ഓഫ് മാംഗോയും ഒക്കെ ബോറോൺ ഡെഫിഷ്യൻസി തന്നെയാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഫ്റ്റ് നോസ് ഡിസോർഡർ ഇൻ മാംഗോ. സോഫ്റ്റ് നോസ് ഡിസോർഡർ എന്താണ്? Soft nose disorder in mango is due to A nitrogen, B boron, C calcium, D magnesium. Answer is calcium. Soft nose disease കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, popping in groundnut is due to the deficiency of. Popping in groundnut is due to the deficiency of option A nitrogen, option B boron, option C calcium, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? കാൽഷ്യം. വളരെ ഗ്രൗണ്ട്നട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഷെൽ ഫോർമേഷനൊക്കെ കാൽഷ്യം. അപ്പം കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പോപ്പിംഗ് ഇൻ ഗ്രൗണ്ട്നട്ട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, റൂട്ട് ക്രാക്കിംഗ് ഇൻ ടൊമാറ്റോ. റൂട്ട് ക്രാക്കിംഗ് ഇൻ ടൊമാറ്റോ ഇസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി കാൽഷ്യം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ഏതാണ് ആൻസർ? ബോറോൺ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ ടൊമാറ്റോയിൽ 2 ബോറോൺ ഡെഫിഷ്യൻസി കണ്ടു. ഒന്നാണ് ടിപ്പ് റോട്ട് ഓർ നെക്രോസിസ്, പിന്നെ റൂട്ട് ക്രാക്കിംഗ്. ഇത് ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. 19th question is buttoning in cauliflower is due to. Buttoning in cauliflower എന്താണ്? ബട്ടണിങ് ഇൻ കോളിഫ്ലവർ? ഏത് ഡെഫിഷ്യൻസി ആയിരിക്കും? നൈട്രജൻ ആണോ, ബോറോൺ ആണോ, കാൽഷ്യം ആണോ, മഗ്നീഷ്യം ആണോ? ഇതൊരു കുറച്ച് ബട്ടണിങ്ങും ബ്രൗണിങ്ങും നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ബട്ടണിങ് ഒരു നൈട്രജൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപ്ടെയിൽ ഇൻ കോളിഫ്ലവർ, യെല്ലോ സ്പോട്ട് ഡിസോർഡർ ഇൻ സിട്രസ്. വിപ്ടെയിൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിപ്ടെയിൽ ഇൻ കോളിഫ്ലവർ. അതേപോലെ തന്നെ യെല്ലോ സ്പോട്ട് ഡിസോർഡർ ഇൻ സിട്രസ് ഏതിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി കാൽഷ്യം, ഓപ്ഷൻ ഡി മോളിബ്ഡിനം. ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? എല്ലാവർക്കും അറിയാവുന്നതല്ല, മോളിബ്ഡിനം ഡെഫിഷ്യൻസിയാണ്.
മോളിബ്ഡിനത്തിനെയാണ് നമ്മൾ അൾട്രാ മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം മോളിബ്ഡിനം ഡെഫിഷ്യൻസിയാണ് വിപ്റ്റൈൽ ഇൻ കോളിഫ്ലവർ ആൻഡ് യെല്ലോ സ്പോട്ട് ഡിസോർഡർ ഇൻ സിട്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലോസം ആൻഡ് റോട്ട് ഇൻ ടൊമാറ്റോ ഈസ് ഡ്യൂ ടു. വളരെ ഇമ്പോർട്ടൻറ്റും ആണ്, കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോസം ആൻഡ് റോട്ട് ഇൻ ടൊമാറ്റോ. എല്ലാവർക്കും മിക്കവാറും എല്ലാവരും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏതൊക്കെയാണ്? നൈട്രജൻ, ബോറോൺ, കാൽഷ്യം ഓർ മഗ്നീഷ്യം. ഏതാണ്? കാൽഷ്യം ഡെഫിഷ്യൻസി ആണ് അല്ലേ? ഒരു ബ്ലാക്കിലും ടൊമാറ്റോയിൽ ഒരു ബ്ലാക്ക് കളറേഷൻ വരുന്നതല്ലേ ആ ബ്ലോസത്തിൻ്റെ അവിടെ എൻഡിൽ. അപ്പം ബ്ലോസം ആൻഡ് റോട്ട് എന്നാണ് അതിന് പറയാം. അതിനാണ് കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിറ്റിൽ ലീഫ് ഇൻ ബ്രിഞ്ചാൾ ആൻഡ് വൈറ്റ് ബഡ് ഇൻ മെയ്സ്. ലിറ്റിൽ ലീഫ് ഇൻ ബ്രിഞ്ചാൾ ആൻഡ് വൈറ്റ് ബഡ് ഇൻ മെയ്സ് ഈസ് ഡ്യൂ ടു. ഏതാണ്? നൈട്രജൻ ഡെഫിഷ്യൻസി ആണോ, ബോറോൺ ഡെഫിഷ്യൻസി ആണോ, സിങ്ക് ഡെഫിഷ്യൻസി ആണോ, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണോ? ഏതിൻ്റെയാണ്? സിങ്ക് ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, സിങ്ക് ഡെഫിഷ്യൻസി കൊണ്ടാണ് ലിറ്റിൽ ലീഫ് ഇൻ ബ്രിഞ്ചാൾ ആൻഡ് വൈറ്റ് ബഡ് ഇൻ മെയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, hen and chicken disorder in grapes is due to. നൈട്രജൻ ഡെഫിഷ്യൻസി, ബോറോൺ ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി, മഗ്നീഷ്യം ഡെഫിഷ്യൻസി. ഏതിൻ്റെയാണ്? hen and chicken disorder. ഈ hen and chicken disorder എന്ന് വെച്ചാൽ വലിയതും കുഞ്ഞതും ആയിട്ടുള്ള കുഞ്ഞ് ഗ്രേപ്പ് ഉണ്ടാവും, കുറച്ച് വലുപ്പം കൂടി, അങ്ങനെ രണ്ടും മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് hen and chicken disorder എന്ന് പറയുന്നത്. എന്താണ് ഏതിൻ്റെ ഡെഫിഷ്യൻസി ആണ്? യെസ്, ബോറോൺ ഡെഫിഷ്യൻസി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റേണൽ നെക്രോസിസ് ഇൻ ആംല ആൻഡ് മാംഗോ. ഇന്റേണൽ നെക്രോസിസ് ഇൻ ആംല ആൻഡ് മാംഗോ ഈസ് ഡ്യൂ ടു. ഏതാണ് ഇന്റേണൽ നെക്രോസിസിന് കാരണം? ഏതാണ്? നൈട്രജൻ ഡെഫിഷ്യൻസി ആണോ, ബോറോൺ ഡെഫിഷ്യൻസി ആണോ, കാൽഷ്യം ഡെഫിഷ്യൻസി ആണോ, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണോ? ബോറോൺ ഡെഫിഷ്യൻസി ആണ്. ഇന്റേണൽ നെക്രോസിസ് ഇൻ ആംല ആൻഡ് മാംഗോ ഈസ് ഡ്യൂ ടു ബോറോൺ ഡെഫിഷ്യൻസി. ഞാൻ നേരത്തെ പറയാം ബ്രൗണിങ് ഇൻ കോളിഫ്ലവർ. നമ്മൾ ബട്ടണിങ് ഇൻ കോളിഫ്ലവർ ഏതാണ്? അത് നൈട്രജൻ ഡെഫിഷ്യൻസി ആണ് കണ്ടത് അല്ലേ? അപ്പോൾ ബ്രൗണിങ് ഇൻ കോളിഫ്ലവർ ഏതാണെന്ന് നോക്കാം. നൈട്രജൻ ആണോ, ബോറോൺ ആണോ, കാൽഷ്യം ആണോ, മഗ്നീഷ്യം ആണോ? ബ്രൗണിങ് ഇൻ കോളിഫ്ലവർ ഒരു ബോറോൺ ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസ്. പലയിടത്തും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെയാണ്, കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇനി ഉണ്ടാവാം, പക്ഷേ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡെഫിഷ്യൻസി സിംറ്റംസ് പഠിക്കുമ്പം ബോറോണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും സിങ്കിൻ്റെയും എടുത്ത് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. അതേപോലെ മാംഗനീസിൻ്റെ ഓട്സിലൊക്കെ ഉണ്ട് മാംഗനീസ് ഡെഫിഷ്യൻസി. അപ്പം അങ്ങനെ ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെയാണ് കൂടുതലും ചോദിക്കാറ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നൈട്രജൻ ഓൾഡർ ലീവ്സിലായിരിക്കും. ഇപ്പം മൊബൈൽ ന്യൂട്രിയൻസ് ഒക്കെ ഓൾഡർ ലീവ്സിലായിരിക്കും. ഇമ്മൊബൈൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസി കാണുന്നത് യങ് ലീവ്സിലായിരിക്കും എന്നുള്ളത് പഠിക്കാം. പിന്നെ നൈട്രജൻ ഓൾഡർ ലീവ്സിൽ, സൾഫർ യങ് ലീവ്സിൽ കാണും. സെയിം സിംറ്റം ആണ് എന്നുള്ളൂ, ആണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. ഓൾഡറിലും ഈ യങ് ലീവ്സിലും നൈട്രജനും സൾഫറും അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഓൾഡറും യങ്ങറും എന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പഠിക്കുക, അത്രേ ഉള്ളൂ ഡെഫിഷ്യൻസിയിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഈ മൊബൈൽ ന്യൂട്രിയൻ്റ് ആണെങ്കിൽ ഓൾഡർ ആണെന്നും ഇമ്മൊബൈൽ ആണെങ്കിൽ യങ്ങർ ലീവ്സിലാണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അഗ്രികൾച്ചർ റിലേറ്റഡ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.